ടീച്ചർ അമ്മയുടെ ഒരു സൂപ്പർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കാറിന്റെ ഹോണടി ശബ്ദം കേട്ട് അവരെത്തിയെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ടീച്ചറെ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് കേശു ചോദിക്കുന്നുണ്ട്. വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ അവനെ വിളിച്ചോണ്ട് മുകളിലേക്ക് ഓടുന്നുണ്ട്. കാർ നിർത്തി ഇറങ്ങുമ്പോൾ നേരത്തെ തന്നെ പറഞ്ഞുറപ്പിച്ചതുപോലെ മഹേഷാണ് ഡോർ ചെന്ന് തുറക്കുന്നത്. രാധയും കാറിൽ നിറങ്ങി ടെൻഷനോടെ നിന്ന് ഡോറ് തുറന്നിറങ്ങുന്ന കല്ലുവിനെയും രേണുകയെയും പിടിച്ചു നിർത്തുന്നുണ്ട്. കല്ലുവിനോടായി പെട്ടികളെല്ലാം ഉണ്ടോന്ന് എണ്ണി നോക്കാനായി പറഞ്ഞിട്ട് രേണുവിന്റെ ബാഗ് ഡിക്കിയിലിരിക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാം നമുക്കെടുത്ത് പുറത്തു വെക്കാമെന്ന് പറഞ്ഞ് രാധ അവരെ വിളിക്കുമ്പോൾ ഈ ലഗേജ് ഒന്നും ഇറക്കി വെക്കാതെ മഹേഷിട്ടൻ എങ്ങോട്ടായി പോണത് എന്ന് രേണുക അവിടെ നിന്ന് പിറുപിറുക്കുന്നുണ്ട്. ആകെ പേടിച്ച് റൂമിനകത്ത് കയറി ഒളിക്കുന്ന കേശു ടീച്ചറമ്മയോടായി ചോദിക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും ടീച്ചറെ? ഒരു കാര്യം ചെയ്യ്, നീ ഡോറിന്റെ പിറകിൽ ഒളിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ വന്ന് കട്ടിലിൽ ഇരിക്കുന്നുണ്ട്. രാധ അപ്പോഴേക്കും ഡിക്കിന്ന് ബാഗെല്ലാം ഇറക്കാനായി രേണുകയെയും കല്ലുവിനെയും സഹായത്തിനായി പിടിച്ചു നിർത്തുന്നുണ്ട്. മഹേഷ് ചെന്ന് അമ്മയുടെ റൂമിന്റെ ഡോർ തുറക്കുമ്പോൾ വാതിലിനു പിന്നിൽ കേശു ഒളിച്ചു നിൽക്കുന്നുണ്ട്. അകത്തു കയറുന്ന മഹേഷ് അമ്മയോടായി കാവ്യയ്ക്കും മൃദുക്കുട്ടനും പനി പിടിച്ചു, ഞങ്ങൾ ഫ്ലൈറ്റിലിങ്ങ് പോന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ പനി കുറഞ്ഞോന്ന് ടീച്ചറമ്മ പരിഭ്രമത്തോടെ ചോദിക്കുന്നുണ്ട്. അവിടെ ഒരു ക്ലിനിക്കിൽ കാണിച്ചു, റെസ്റ്റ് എടുക്കണം എന്ന് ഡോർ അടച്ചേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന മഹേഷ് വീണ്ടും സംശയത്തോടെ അമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൻ അകത്തേക്ക് കയറി അവിടെ കിടക്കണ വാർഡ്രോബ് കണ്ട് ഇതെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ താഴേന്നെടുത്തതാ, ഇവിടെ തുണി ഇടാനൊന്നുമില്ല എന്ന് ടീച്ചറമ്മ പറയണ കേട്ട് മഹേഷ് ഡോർ അടച്ച് ഇറങ്ങി പോകുന്നുണ്ട്. കേശു രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിൽ ടീച്ചറമ്മ വെച്ച ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് എൻ്റെ അമ്മോ തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കട്ടിലിൽ തലയ്ക്ക് താങ്ങും കൂടെ തിരിക്കുന്നുണ്ട്. ലോഡെല്ലാം ഇറക്കി ആകെ ടയേർഡായ രേണുക അപ്പോഴേക്കും മഹേഷ് ഏട്ടാന്ന് നീട്ടി വിളിക്കുന്നുണ്ട്. മഹേഷ് അങ്ങോട്ട് ഓടിയെത്തുമ്പോഴേക്കും രാധ അവനോടായി ഉള്ളിലത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലെന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് ചോദിക്കുന്നുണ്ട്. ഓക്കെ ആണെന്ന് അവനും തലയാട്ടുന്നുണ്ട്. അപ്പോഴേക്കും ഈ കാറ് നിർത്തിയപ്പോഴേക്കും നിങ്ങൾ എങ്ങോട്ട് പോയി മനുഷ്യ എന്ന് രേണുക ചോദിക്കുന്നുണ്ട്. എനിക്ക് ടോയ്ലറ്റിൽ പോവാൻ അത്യാവശ്യമായതുകൊണ്ട് പോയതാണെന്ന് മഹേഷ് പറയുമ്പോൾ എനിക്കറിയാം ഇത്രയും ലഗേജ് ഉള്ളോണ്ടേ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോവാൻ മുട്ടും, പോയി കൊച്ചിനെ എടുക്കും മനുഷ്യ എന്നൊരു ബാഗും താങ്ങി പിടിച്ചോണ്ട് രേണുക പറയുന്നുണ്ട്. കല്ലുവും ആ സമയത്ത് പരിഭ്രമത്തോടെയും സംശയത്തോടെയും വീടിനുള്ളിലേക്ക് നോക്കുന്നുണ്ട്. രാധയും മഹേഷും കൊച്ചുങ്ങളെ എടുത്തോണ്ട് പോകുമ്പോഴേക്കും പുറകെ തന്നെ ലഗേജുമായി രേണുകയും കല്ലുവും അകത്തേക്ക് കയറുന്നുണ്ട്. വല്ലാത്ത ടെൻഷനോടെ ബുള്ളറ്റ് ഓടിച്ചോണ്ടിരുന്ന കനിയും ഒരിടത്ത് ബുള്ളറ്റ് നിർത്തി ചെറിയമ്മയെ വിളിക്കുന്നുണ്ട്. മോളെ കനി, അവരൊക്കെ എത്തി, അവരെത്തും മുന്നേ ഞങ്ങളെല്ലാം പഴയപടി ക്ലിയർ ആക്കി എന്ന് ചെറിയമ്മ പറയുമ്പോൾ നമ്മുടെ അടിമക്കണ്ണ് പോയോന്ന് കനി ചോദിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം ഒതുക്കി കഴിഞ്ഞപ്പോൾ അവരുടെ കാറ് മുറ്റത്തെത്തി, കേശുവിനെ പുറത്തിറങ്ങാൻ പറ്റാതായടി എന്ന് ചെറിയമ്മ പറയുമ്പോൾ അയ്യോ അപ്പോവൻ ചെറിയമ്മയുടെ റൂമിലുണ്ടോന്ന് കനി ചോദിക്കുന്നുണ്ട്. അവൻ ഇവിടെയുണ്ട്, ഇപ്പോ മഹേഷ് വന്ന് നോക്കിയിട്ട് പോയി, ഭാഗ്യത്തിന് കണ്ടില്ല എന്ന് ചെറിയമ്മ പറയുമ്പോൾ അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? രാധേച്ചിയാണെങ്കിൽ അങ്ങോട്ട് ഫുഡ് തരാൻ കയറി വരത്തില്ലേ, റിസ്ക് അല്ലേ എന്നൊക്കെ കനി ചോദിക്കുന്നുണ്ട്. കേശുവിനെ തൽക്കാലം ഞാൻ ഒളിപ്പിച്ചോളാം, അതിനുള്ള വഴിയൊക്കെയുണ്ട് എന്ന് ടീച്ചറമ്മ ഉറപ്പിച്ചു പറയുമ്പോൾ ചെറിയമ്മ നല്ല കോൺഫിഡന്റ് ആയിട്ടാണല്ലോ പറയുന്നത് എന്നവൾ സംശയത്തോടെ ചോദിക്കുമ്പോൾ ഇനി മുതൽ ചെറിയ കളികളില്ല കനി, കോൺഫിഡന്റ് ആയിരുന്നേ പറ്റൂ എന്ന് ചെറിയമ്മയും പറയുന്നുണ്ട്. ഇത് കേട്ട് ചെറിയമ്മ എന്തായാലും മാസായിട്ടുണ്ട് എന്നവൾ പറയുമ്പോൾ മരണം മാസല്ലേ എന്ന് ടീച്ചറമ്മ ചോദിക്കണ കേട്ട് അവൾ കോൾ വെക്കുന്നുണ്ട്. ആകെ പരിഭ്രമത്തോടെ നിൽക്കുന്ന കേശുവിനെ നോക്കി ടീച്ചറമ്മ കണ്ണിറുക്കി കാണിക്കുന്നുണ്ട്. പിന്നീട് സന്തോഷിന്റെ വീടാണ് കാണിക്കുന്നത്. സന്തോഷും വീണയും ഒരു ഓട്ടോയിൽ അങ്ങോട്ട് എത്തുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ തന്നെ അച്ഛനും അമ്മയും പോറ്റി മാമനും ഇരിപ്പുണ്ട്. അവർ സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഞങ്ങൾ വിളിച്ചിട്ട് പിന്നെ നിന്ന് കറങ്ങിയല്ലേ എന്ന് സന്തോഷിന്റെ അമ്മ ചോദിക്കുന്നുണ്ട്. ഇല്ലമ്മേ, അപ്പോഴേ ഇറങ്ങിയെന്ന് സന്തോഷ് പറയുമ്പോൾ അപ്പോഴേ ഇറങ്ങിയാൽ ഇത്രയും വൈകോ, ശ്രീമതി നിന്ന് കറങ്ങി കാണും എന്ന് പോറ്റിമാമൻ അർത്ഥം വെച്ച് പറയുന്നുണ്ട്. എന്നോട് സ്വാതന്ത്ര്യമില്ലാത്തവരെ എന്നെ ഒരുമാതിരി വർത്താനം പറയുന്നത് എനിക്കിഷ്ടമല്ല എന്ന് വീണ ദേഷ്യത്തോടെ പറയുമ്പോൾ നിന്റെ സ്വാതന്ത്ര്യവും സമ്മതപത്രവും എല്ലാം വാങ്ങിയിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് പോറ്റിമാമൻ സന്തോഷിനെ വിളിച്ചിട്ട് സന്തോഷേ ഇതൊരു നടക്ക് പോവൂല പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ദേ അണ്ണന്റെ അടുത്ത് ഞങ്ങൾ പോലും മറുത്തൊന്നും പറയാറില്ല എന്ന് സന്തോഷിന്റെ അമ്മ പറയുമ്പോൾ അങ്ങനെ പറയാത്തതിന്റെ പ്രശ്നമുണ്ട് പോറ്റിക്കെന്ന് വീണയും പറയുന്നുണ്ട്. പോറ്റിമാമൻ അപ്പോഴേക്കും സങ്കടം അഭിനയിച്ചുകൊണ്ട് മണി പാവം നിന്റെ തലയില് ഇങ്ങനൊന്ന് വന്നു കയറിയതില് അണ്ണന് ശരിക്കും വിഷമമുണ്ട്. അന്ന് ഞാൻ പണിക്കരുടെ അടുത്ത് വെച്ച് പറഞ്ഞതാ, അപ്പം മണിക്ക് എന്നെ വിശ്വാസമില്ല.
എന്നെ ധിക്കരിച്ചിട്ടാ ഇത് ഉറപ്പിച്ചത്, ഓർമ്മയുണ്ടോ? പാപസാമ്യവും ദശാസന്ധി പൊരുത്തവുമൊന്നും പണിക്കര് പരിഗണിച്ചില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. അന്ന് എന്റെ അറിവ് പണിക്കര് കളിയാക്കി. ഞാൻ പറഞ്ഞത് ഇനിയും വ്യക്തമാവും. ശങ്കരന് തോന്നുന്നതൊന്നും ഇതുവരെയും വെറുതെ ആയിട്ടില്ല എന്ന് പറഞ്ഞ് സന്തോഷിനെ ചൂണ്ടിക്കൊണ്ട്, ഇവനെ ഈ കൊച്ച് നേരവണ്ണം നോക്കത്തില്ല പറഞ്ഞ് എഴുന്നേറ്റ് സന്തോഷിനെ ആകപ്പാടെ ഒന്ന് നോക്കിക്കൊണ്ട്, നോക്ക്, ഇവന്റെ മുഖമാകെ ക്ഷീണിച്ച് കരുവാളിച്ചിരിക്കുന്നത് കണ്ടോ? മണിയോടായി ചോദിക്കുമ്പോൾ, ശരിയാണല്ലോ, കോലം കെട്ടല്ലോ കുഞ്ഞുട്ടാ നീ എന്ന് മണിയും പറയുന്നുണ്ട്. അവർ വീണയെ വിളിച്ച്, ഡി, നീ ഇവന്റെ കാര്യങ്ങളൊന്നും നോക്കാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ സന്തോഷേട്ടന് സ്വന്തം കാര്യം നോക്കാനുള്ള പ്രാപ്തിയൊക്കെയുണ്ട്. എന്തിനാ ഞാൻ നോക്കുന്നത് എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ, എന്നാ പിന്നെ നിന്നെ എന്തിനാ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പോറ്റിമാമനും ദേഷ്യത്തോടെ ചോദിക്കുക. സഹജീവനം, പിന്നെ സഹവർത്തിത്വം, അല്ലാതെ ആണിന്റെ കാര്യങ്ങൾ നോക്കാനും അടുക്കളപ്പണിക്ക് മാത്രമല്ല വിവാഹം എന്ന് വീണ പറയുമ്പോൾ, ഇത് കെട്ടും മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ മെനക്കേട് അങ്ങ് ഒഴിവാക്കായിരുന്നു എന്ന് പോറ്റിമാമനും പറയുന്നുണ്ട്. മെനക്കേടാണെന്ന് തോന്നുന്നെങ്കിലേ എപ്പോൾ വേണേലും മാറ്റാലോ എന്ന് വീണ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ, ഇത് അമ്മ ടീച്ചറേക്കാളും വലിയ ടീച്ചറാണല്ലോ, ഇതെല്ലാവർക്കും അങ്ങ് ക്ലാസ് എടുത്തു കളയും എന്ന് പോറ്റിമാമൻ പറയുമ്പോൾ, ഇവിടെ നീ ആർക്കും ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല എന്ന് മണിയോ ഉപദേശിക്കുന്നുണ്ട്. നിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടു വന്നതേ വീടും കുടുംബവും ഇവനെ നോക്കാൻ വേണ്ടി തന്നെ, അല്ലാതെ നിന്റെ സഹവർത്തിത്വവും കുന്തോന്നും അറിഞ്ഞിട്ടല്ല എന്ന് പോറ്റിമാമൻ ദേഷ്യത്തോടെ പറയുമ്പോൾ, വീണ ദേഷ്യത്തോടെ തന്റെ കയ്യിലുള്ള ബാഗ് നിലത്തേക്ക് ഇടുന്നുണ്ട്. പറയണത് കേട്ട് അടങ്ങി ഒതുങ്ങി നിന്നോ, ഇല്ലേൽ പാടാവും. ഇങ്ങനത്തെ യാത്രകളും പരിപാടികളുമെല്ലാം ആദ്യം ചെക്കന്റെ വീട്ടിൽ വേണം ആലോചിക്കാൻ. പോയാൽ തന്നെ ഇതുപോലെ ഒരുമ്പോക്കാവരുത് എന്നൊക്കെ പോറ്റിയുടെ ഉപദേശം സഹിക്കാനാവാതെ, അളിയനിത് എന്തിന്റെ കേടാ, പിള്ളേരെ ഓരോന്ന് പറഞ്ഞ് കുഴപ്പിക്കാതെ പറഞ്ഞു വിടാൻ നോക്ക്, കുറച്ചു നേരമായി എന്ന് സന്തോഷിന്റെ അച്ഛനും പറയുന്നുണ്ട്. അളിയനിവിടെ മിണ്ടാതിരിക്കുകയാണല്ലേ എന്ന് പോറ്റി ചോദിക്കുമ്പോൾ, ഓ, എല്ലാം കൂടെ ചേർത്ത് അളിയൻ പറയുന്നുണ്ടല്ലോ, അവരിപ്പോ പോയി ഫ്രഷായി റെസ്റ്റ് ചെയ്യട്ടെ, വീടളിയാ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിന്റെ അച്ഛൻ വീണയോടും സന്തോഷിനോടും അകത്തേക്ക് കയറി പോവാനായി പറയുന്നുണ്ട്. റൂമിലെത്തുമ്പോഴേക്കും ബാഗെല്ലാം കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞ് കട്ടിലിരിക്കുന്ന വീണയോടായി, അത് കട്ടിലിലേക്ക് ഇടല്ല വീണ, ബാഗിന്റെ ചുവട്ടിലൊക്കെ അഴുക്കുണ്ടാവുമെന്ന് സന്തോഷ് പറയുമ്പോൾ, അതെന്താ സന്തോഷിട്ടാ, ഞാനൊന്നും അറിയാത്ത ഇള്ള കുട്ടിയാണോ എന്ന് വീണ ചോദിക്കുന്നുണ്ട്. എന്നാ അതെടുത്ത് താഴെ വെക്കി എന്ന് സന്തോഷ് പറയുമ്പോൾ, മുറിക്കകത്തുള്ള ഈ നാക്ക് നേരത്തെ ഇടങ്കോലിനെ കണ്ടപ്പോൾ എവിടെയായിരുന്നു? അയാൾ പറയുന്നതൊന്നും എനിക്ക് കേൾക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്ന് വീണ ഒച്ചയെടുക്കുമ്പോൾ, അന്നേരം വീണ എന്തിനാ പുള്ളി എതിർത്ത് സംസാരിക്കാൻ പോയത് എന്ന് സന്തോഷ് ചോദിക്കുന്നുണ്ട്. അങ്ങേര് എന്നോട് പറയുന്നതിന് ഒരു പ്രശ്നവും ഇല്ലേ? ഞാൻ എതിർത്ത് പറയുന്നതാണല്ലേ കുഴപ്പം? യാത്രയിൽ എന്താ നടന്നേന്ന് സന്തോഷേട്ടന് നന്നായിട്ട് അറിയാവുന്നതല്ലേ. നമ്മൾ പ്ലാൻ ചെയ്തതിലും 2 ദിവസം മുന്നേയല്ലേ നമ്മൾ തിരിച്ചു വന്നത്. പിന്നെന്തിനാ എന്നെ വഴക്കു പറയുന്നതെന്ന് വീണ ചോദിക്കുമ്പോൾ, അങ്ങനെയല്ല വീണ, നീ വിഷമിക്കല്ലെന്ന് സന്തോഷ് പറയുന്നുണ്ട്. എന്റെ വിഷമം അതല്ല, എന്നെ എല്ലാവരും കൂടി ടോളറേറ്റ് ചെയ്യുമ്പോൾ സന്തോഷേട്ടൻ മിണ്ടാതെ നിന്നു, എനിക്കതാ സഹിക്കാൻ വയ്യാത്തത് എന്ന് വീണ വിഷമത്തോടെ പറയുമ്പോൾ, പോറ്റിമാമനോട് ഒന്നും പറയാൻ പറ്റില്ല, വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയും എന്ന് സന്തോഷ് പറയുമ്പോൾ, തിരിച്ചു പറഞ്ഞ അങ്ങോട്ട് 2 കൊടുക്കണം എന്ന് വീണയും പറയുന്നുണ്ട്. വീണയ്ക്ക് ഇതെല്ലാം പുതിയതായതുകൊണ്ട് എന്തും അവരെ പറഞ്ഞാലോ എന്നൊക്കെ തോന്നും. ഞാൻ അവരൊക്കെയായി കണക്റ്റഡായ ആളല്ലേ, എന്തെങ്കിലും എനിക്ക് മുഖം നോക്കാതെ പറയാൻ പറ്റുമോ? വല്യമ്മ എന്തേലും പറഞ്ഞാ വീണ തിരിച്ചു പറയോ എന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ, എന്റെ വല്യമ്മയെ പോയാണോ ആ പാഷാണ ഇടങ്കോല് എന്ന് വീണ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ദേഷ്യം വരുമ്പോൾ പറയാൻ തോന്നുന്നത് പറയാതിരിക്കലാ വിവേകം എന്ന് സന്തോഷ് പറയുമ്പോൾ, ഈ വിവേകം ആദ്യം പോയി അങ്ങേർക്ക് പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞ് വീണ പരിഭവത്തോടെ ഇരിക്കുന്നുണ്ട്. താനൊന്ന് സമാധാനായിരിക്കെ, പുള്ളി അധികം ഇവിടെ കാണുന്നുമില്ലല്ലോ, ഇടയ്ക്ക് വരും, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കുറച്ചു ദിവസം നിൽക്കും, അത്രയുള്ളൂ. ഇപ്പൊ കല്യാണം കഴിഞ്ഞോണ്ടാ കുറച്ചു ദിവസം നിന്നത്, ഇപ്പൊ കല്യാണം കഴിഞ്ഞില്ലേ, ഇനി പോയിക്കോളും എന്ന് സന്തോഷ് അവളെ സമാധാനിപ്പിക്കാനായി പറയുമ്പോൾ, പോയില്ലെങ്കിലേ ഞാൻ പാഷാണം കലക്കി കൊടുക്കും, നോക്കിക്കോ എന്ന് വീണ പറയണ കേട്ട് സന്തോഷ് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. പരിഭവത്തോടെ ഇരിക്കുന്ന വീണയോട്, എടോ ഒന്ന് ചിരിക്കടോ, തന്നെ ഇങ്ങനെ കാണാൻ ഒരു രസവും ഇല്ല എന്നവൻ പറയുമ്പോൾ, സോപ്പൊന്നും വേണ്ട, ഉള്ള ചേലൊക്കെ മതി എന്ന് പറഞ്ഞ് വീണ പരിഭവത്തോടെ ഇരിക്കുമ്പോൾ, ഒന്ന് ചിരിക്കെന്ന് സന്തോഷ് വീണ്ടും പറയുന്നുണ്ട്. അവനോട് പരിഭവിച്ച് വീണ ദേഷ്യത്തോടെ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ടേ. അവിടെ ടീച്ചറമ്മയുടെ വീട്ടിൽ മഹേഷും രേണുകയും കൂടി അലക്കാനുള്ള വസ്ത്രങ്ങളെല്ലാം പെറുക്കി കൂട്ടിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഇനി എപ്പോ കഴുകി തീരാനാണാവോ എന്ന് രേണുക പിറുപിറുക്കുമ്പോൾ, അതിന് നീയല്ലല്ലോ മെഷീനല്ലേ അലക്കുന്നതെന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ 2 മലയും കൂടി അതിനകത്ത് ഒന്നിച്ചു കൊണ്ടിടാൻ പറ്റുമോ? ഇല്ലല്ലോ എന്ന് രേണുക ചോദിക്കുമ്പോൾ,
അതെ, ഇത് എൻ്റെ മാത്രം മലയല്ല, അവൻ്റെ കൂടെയാ എന്ന് മഹേഷ് പറയുമ്പോൾ ഈ വൂളൻ ട്രാക്കെല്ലാം പ്രത്യേകം ഇടേണ്ടതാണെന്ന് രേണുക ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് മഹേഷ് അവിടെ നിലത്തെ ഒരു മൂലയ്ക്ക് കൂട്ടിയിട്ടിരിക്കുന്ന കുറച്ച് പാൻറ്റും ഡ്രസ്സും എല്ലാം കണ്ട്, ഇതെല്ലാം ഞാൻ അലമാരയ്ക്കകത്ത് വെച്ചിരുന്നതല്ലേ, ഇതാരെ ഇവിടെ കൊണ്ടിട്ടെന്ന് രേണുകയോടായി ചോദിക്കുന്നത്. എൻ്റെ അച്ഛൻ ഭാർഗവൻ അങ്ങേർക്ക് രാത്രി ഇടാൻ വേണ്ടി എടുത്തു വെച്ചതാ, കുട്ടി നിക്കറും ബനിയനും എന്ന് കളിയാക്കി പറഞ്ഞുകൊണ്ട് രേണുക അലക്കാനായി പോകുന്നുണ്ട്. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ, എൻ്റെ മാത്രം പിഴ. ഇത് ഞാനായിട്ട് തിരഞ്ഞെടുത്ത കുരിശാണല്ലോ, അപ്പോൾ ഞാൻ ഇതൊക്കെ കേട്ടേ തീരൂ. മഹേഷേ, നീ അനുഭവിക്കടാ, അനുഭവിക്കേ എന്ന് മഹേഷ് തനിയെ നിന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാധ പുറകുവശത്ത് പഴയതെല്ലാം കൂട്ടിയെടുത്ത് എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുക. എവിടെ പോയി, എവിടെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ അവൾ പറയുമ്പോഴാണ് ഗേൾഫ്രണ്ടിനെ വിളിച്ചോണ്ട് വരുന്ന മഹേഷ് അങ്ങോട്ട് ചെല്ലുന്നത്. ഇവിടെ കിടന്ന സാധനങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്ന് രാധ പിറുപിറുക്കുമ്പോഴാണ്, എന്താണ് മിസ് രാധ, എന്തേലും കളഞ്ഞു പോയോന്ന് ചോദിച്ചോണ്ട് മഹേഷ് അങ്ങോട്ട് വരുന്നത്. എടാ, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഇവിടെ കിടന്ന പല പഴയ സാധനങ്ങളും കാണുന്നില്ല എന്ന് രാധ പറയുമ്പോൾ എന്ത് സാധനമെന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട്. എടാ, ഇവിടെ പഴയ കേടായ ഒരു മോട്ടോർ ഇരിപ്പില്ലായിരുന്നോ? ഉണ്ടായിരുന്നു എന്നോ മഹേഷ് പറയുമ്പോൾ അതിപ്പോൾ എവിടെയെന്ന് രാധ ചോദിക്കുന്നുണ്ട്. പഴയ ബക്കറ്റ്, കന്നാസ്, കുറെ ഇരുമ്പു സാധനങ്ങൾ ഒന്നും കാണുന്നില്ല എന്ന് രാധ പറയുമ്പോൾ, ചേച്ചി അതെല്ലാം ഏതെങ്കിലും ആക്രിക്കാർ തൂക്കിക്കൊണ്ട് പോയതായിരിക്കും എന്നവൻ പറയുമ്പോൾ, നമ്മൾ ഈ ഗേറ്റ് പൂട്ടിയിട്ടല്ലേ പോയത്, പിന്നെ ഏത് ആക്രിക്കാരൻ കയറി വരാനാ എന്ന് രാധ ചോദിക്കുന്നുണ്ട്. അതെ, നമ്മുടെ മതില് ചൈനയിലെ വൻമതിലും നമ്മുടെ ഗേറ്റ് കോട്ടവാതിലും ഒന്നും അല്ല. ഹൈ ജമ്പ് ചാടുന്ന ഏത് പീക്കിരി ചിക്കനും വളരെ ഈസി ആയിട്ട് കുതിച്ചു ചാടാൻ പറ്റുന്ന ഗേറ്റാണ് നമ്മുടെ ഗേറ്റ്. ആളില്ലാത്തപ്പോൾ ഏതേലും ആക്രിക്കാരങ്ങ് എടുത്തു പോയി കാണും എന്ന് മഹേഷ് പറയുമ്പോൾ, ആളില്ലാത്തോണ്ട് പുരയിടത്തിൽ കയറിയവനെ വീട്ടിലും കയറിക്കൂടെന്ന് രാധ ചോദിക്കുന്നുണ്ട്. അതത്ര ഈസിയല്ല, വാതിലൊക്കെ കുത്തി പൊളിക്കണ്ടേ, അതുമാത്രമല്ല അമ്മയും അകത്തില്ലേ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ, അത് വരുന്നവൻ അറിയില്ലല്ലോ, അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും വന്നാ അമ്മ എന്ത് ചെയ്യാനാ, എന്തായാലും നമ്മുടെ കോമ്പൗണ്ടിൽ ആരൊക്കെയോ കയറുന്നുണ്ട്, ഒരു CCTV എന്തെങ്കിലും വെച്ചേ പറ്റൂ എന്ന് രാധ പറയുന്നുണ്ട്. ഇത് കേട്ട് അതൊന്നും പറ്റൂല, അതെല്ലാം നമ്മുടെ പ്രൈവസിയെ ബാധിക്കുന്ന കാര്യങ്ങളാ എന്ന് മഹേഷ് പറയുമ്പോൾ, നീ പാത്തുനിന്ന് ഫോൺ ചെയ്യുന്നത് രേണു CCTV നോക്കി കണ്ടുപിടിക്കുമെന്ന് നിനക്ക് നല്ല പേടിയുണ്ടല്ലേ എന്ന് രാധ അവനെ കളിയാക്കി ചോദിക്കുമ്പോൾ, അതൊന്നുമല്ല, ഈ വീട്ടിലല്ലെങ്കിലും CCTV വെക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല എന്നവൻ പറയുമ്പോൾ, യോജിപ്പില്ലാത്തതിന്റെ കാരണാ ഞാൻ ആദ്യം പറഞ്ഞതെന്ന് രാധയും പറയുന്നുണ്ട്. രാധ പിന്നെയും ചുറ്റുപാടും നോക്കിക്കൊണ്ട്, ഇവിടെ കുറെ പഴയ പൈപ്പും കിടപ്പുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെ ചേച്ചി അതെല്ലാം പഴയ സാധനങ്ങളല്ലേ, അത് പോയത് ഉപകാരമായി കൂട്ടിയാ പോരെ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ, നിന്നെ വീട്ടിൽ വെച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ ദേഷ്യത്തോടെ അവിടുന്ന് പോകുന്നുണ്ട്. അവിടുന്ന് പോന്ന രാധ നേരെ എത്തുന്നത് ടീച്ചർ അമ്മയുടെ റൂമിലേക്കാണ്. ഡോർ തുറന്ന് അകത്തു കയറുന്ന അവൾ, അമ്മേ, വീടിൻ്റെ പുറകിൽ കിടന്ന കുറേ സാധനങ്ങൾ കാണാനില്ലല്ലോ, പഴയ കുറച്ച് സാധനങ്ങൾ, ഒരു മോട്ടർ, പൈപ്പ്, പഴയ ഒരു പൊട്ടിയ ബക്കറ്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ എന്നവൾ ചോദിക്കുമ്പോൾ, അത് മഹേഷ് ഏതെങ്കിലും ആക്രിക്കാരനെടുത്ത് കൊടുത്തു കാണുമെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട്. കേശു ആ സമയത്ത് വാർഡ്രോബിന് താഴെ ഒളിച്ചിരിക്കുന്നുണ്ടേ. ഞാനും മഹേഷും കൂടി തന്നെയാ അതെല്ലാം നോക്കിയത്, ഞങ്ങൾ പോകുന്നവരെ അതിവിടെ ഉണ്ടായിരുന്നമ്മേ എന്ന് രാധ പറയുമ്പോൾ, ഞാൻ വീട്ടിൽ വെളിയിൽ ഇറങ്ങിയിട്ടില്ലല്ലോ, എനിക്കൊരു പിടിയില്ലെന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. എന്നാലും അതെവിടെ പോയി എന്ന് സംശയത്തോടെ പറഞ്ഞുകൊണ്ട്, ഇവിടെ CCTV വെച്ചേ പറ്റൂ എന്ന് രാധ പറയുമ്പോൾ, പിള്ളേർക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്. പനി കുറവുണ്ടെന്ന് രാധ പറയുമ്പോൾ, അവർക്ക് ഉച്ചയ്ക്ക് പൊടിയരിക്കഞ്ഞി കൊടുക്ക്, വയറിന് കുറച്ച് സുഖമുണ്ടാവും എന്ന് അമ്മ പറയുമ്പോൾ, പൊടിയരി ഉണ്ടോ എന്തോ എന്ന് രാധ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ മഹേഷിനോട് പറഞ്ഞ് കുറച്ച് വാങ്ങിപ്പിക്ക് എന്ന് ടീച്ചറമ്മ പറയുമ്പോഴാണ് അവൾ അവിടെ കിടക്കുന്ന വാർഡ്രോബ് കണ്ട് സംശയത്തോടെ നോക്കുന്നത്. അവൾ സംശയത്തോടെ അതിനടുത്തേക്ക് ചെന്ന് അതിൽ പിടിച്ചോണ്ട്, ഇതെവിടുന്നാന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ താഴേന്നെടുത്തതാ, എനിക്ക് തുണി വിരിക്കാൻ ഇവിടെ ഒന്നുമില്ലായിരുന്നു എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും മുറ്റത്ത് വിഷ്ണുവിന്റെ ജീപ്പ് വന്ന് നിൽക്കുന്നുണ്ട്. ജീപ്പിന്റെ ശബ്ദം കേട്ട് വിഷ്ണുവേട്ടനാ എന്നും പറഞ്ഞുകൊണ്ട് രാധ റൂമിൽ നിന്നിറങ്ങി പോകുന്നുണ്ട്. അവൾ പോയി കഴിയുമ്പോൾ ടീച്ചറമ്മ കേശുവിനെ വിളിക്കുമ്പോൾ, കേശു വാർഡ്രോബിന്റെ അടിയിൽ നിന്നും എണീറ്റ് വന്ന് ടീച്ചറമ്മയുടെ കൂടെ കട്ടിലിൽ ഇരിക്കുന്നുണ്ട്. വിഷ്ണു നേരെ വന്ന് മഹേഷിന്റെ റൂമിലെത്തി കട്ടിലിൽ കിടക്കുന്ന ഋതുവിനെ തൊട്ടു നോക്കിക്കൊണ്ട്, നല്ല ചൂടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അരികിലിരിക്കുന്ന രേണു മരുന്ന് കൊടുത്തു, മഞ്ഞില് രണ്ടാളും കൂടി ആ മാതിരി കളിയല്ലായിരുന്നോ എന്ന് പറയുമ്പോൾ, എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പൊക്കെ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു, ഇതുങ്ങളുടെ വയ്യായ്ക ഒഴിച്ച് എന്ന് രേണു പറയുമ്പോൾ, അളിയൻ എവിടെയെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. ഇവിടെ എവിടെയോ നിൽപ്പുണ്ടായിരുന്നു എന്ന് രേണു പറയുമ്പോൾ, വിഷ്ണു റൂമിന് പുറത്തേക്ക് പോകുന്നുണ്ട്. തളത്തിൽ വിഷ്ണുവിനെ നോക്കി നിൽക്കുകയായിരുന്ന രാധയുടെ അടുത്തേക്ക് ചെന്ന്, നീ ഒന്ന് പുറത്തേക്ക് വന്നേ
എന്ന് പറഞ്ഞ് വിഷ്ണു വിളിക്കുമ്പോൾ എന്താ വിഷ്ണുവേട്ടാ എന്ന് രാധ പേടിയോടെ ചോദിക്കുന്നുണ്ട്. നീ വാ എന്നും പറഞ്ഞുകൊണ്ട് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പേടിയോടെ രാധയും പുറകെ ചെല്ലുന്നുണ്ടേ. പുറത്തേക്കിറങ്ങി ഒരു സിഗരറ്റിന് തീ കൊളുത്തി വിഷ്ണു നിൽക്കുമ്പോൾ എന്താ വിഷ്ണുവേട്ടാന്നും ചോദിച്ച് രാധ അങ്ങോട്ട് എത്തുന്നുണ്ട്. കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ സരസ്വതി ടീച്ചർ ജീവനോടെ ഉണ്ടായിരുന്നു. രാമേശ്വരത്തിനടുത്ത് കോവിൽപ്പെട്ടി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു അമ്മ. ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയിരുന്നു. നിനക്ക് ഈ വിവരം മുന്നേ അറിയാമായിരുന്നോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഫോണിൽ അവൻ വിഷ്ണുവേട്ടനെ വിളിച്ച് വിഷ്ണുവേട്ടൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നെന്ന് രാധയും പറയുന്നുണ്ട്. അവരുടെ സംസാരം കണ്ട് കല്ലുവും ജനലിലൂടെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. എത്ര ആലോചിച്ചിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല. വിഷ്ണുവേട്ടനും മഹേഷും കൂടി പോയിട്ടല്ലേ അമ്മയുടെ ബോഡി കൊണ്ടുവന്നത് എന്ന് രാധ ചോദിക്കുമ്പോൾ എന്തോ മിസ്റ്റേക്ക് പറ്റി അക്കാര്യത്തിൽ എന്ന് വിഷ്ണു പറയുമ്പോൾ അപ്പോൾ ആരുടെ ബോഡിയാ ഇവിടെ ദഹിപ്പിച്ചത് എന്ന് രാധ ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് വിഷ്ണു മറുപടി കൊടുക്കുന്നുണ്ട്. അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിന്നെ എവിടെ പോയെന്ന് രാധ ചോദിക്കുമ്പോൾ അതെവിടെയാണെങ്കിലും വൈകാതെ ഞാൻ അറിയും. ആരോ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട്. എനിക്ക് അക്കാര്യം മനസ്സിലായി. അതാരായാലും ഉടനെ എൻ്റെ കയ്യിൽ വന്നു ചേരും. കളിക്കുന്നത് ഏതവനാണെങ്കിലും അവൻ്റെ അവസാന കളിയാ. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്ന അമ്മ പിന്നെ എവിടെ പോയി എന്ന് വിഷ്ണു രാധയോടായി ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ പറയുന്നതല്ലേ വിഷ്ണുവേട്ടാ എന്ന് രാധ ചോദിക്കുമ്പോൾ വെറുതെ ആരെങ്കിലും പറഞ്ഞ് കേട്ടതല്ല. അമ്മ ട്രീറ്റ്മെൻറ്റിലായിരുന്ന ഹോസ്പിറ്റലിൽ പോയി എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാ എന്ന് വിഷ്ണു പറയുമ്പോൾ ഞാൻ അതല്ല പറഞ്ഞത്. നാട്ടിലേക്ക് പോന്നെന്ന് അമ്മ ഹോസ്പിറ്റലിൽ പറഞ്ഞതല്ലേ. അമ്മ പറഞ്ഞത് ഉള്ളതാണോന്ന് അമ്മയ്ക്ക് മാത്രമല്ലേ അറിയൂ എന്ന് രാധ ചോദിക്കുമ്പോൾ നമ്മൾ അറിയുന്നതിന് അപ്പുറം ഒരു സത്യമുണ്ട്. അത് ചിലർക്കറിയാം. അവരിലേക്കാണ് എൻ്റെ യാത്ര. നിനക്കറിയോ, ഇതെനിക്കെൻ്റെ സർവീസിനെ വരെ ബാധിക്കുന്ന ഇഷ്യൂവാ. എനിക്ക് ഈ കാര്യത്തിൽ മുന്നും പിന്നും നോക്കാനില്ല എന്ന് വിഷ്ണു ദേഷ്യത്തോടെ ഒച്ചവെക്കുമ്പോൾ പരിഭ്രമത്തോടെ രാധയും തല കുനിച്ചു നിൽക്കുന്നുണ്ട്. പിന്നീട് പുറകുവശത്ത് നിൽക്കുന്ന മഹേഷിന്റെ അടുത്തേക്ക് രാധ ചെല്ലുന്നുണ്ട്. ആക്രിയുടെ ആളെ കിട്ടിയോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ആക്രി മിക്കവാറും നീ തന്നെ നിന്റെ അളിയന്റെ കൈകൊണ്ട് ആക്രിയാവോ. വിഷ്ണുവേട്ടനെ ഏതാണ്ടൊക്കെ ബോധ്യമായ മട്ട എന്നോട് ശരിക്കും ഷൗട്ട് ചെയ്താ സംസാരിച്ചത്. നിന്നെ തിരക്കൊന്നുണ്ടായിരുന്നു എന്ന് രാധ പറയുമ്പോൾ എന്തിനെന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട്. ആരോ ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കുന്നുണ്ട്. ആരായാലും അയാൾക്ക് നല്ല പണി കൊടുക്കുന്നെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്ന് രാധ പറയുമ്പോൾ മഹേഷ് സംശയത്തോടെ അതാരാന്ന് ചോദിക്കുന്നുണ്ട്. നീ തന്നെ. അല്ലാതാര് എന്ന് രാധ പറയുമ്പോൾ അങ്ങനെ ഞാൻ മാത്രമായിട്ട് ഒരു കളിയും കളിച്ചിട്ടില്ല. ആദ്യച്ചിയും ഞാനും അമ്മയെ കണ്ടു. എന്നിട്ട് നമ്മൾ രണ്ടാളും കൂടി അമ്മയെ മേലെ റൂമിൽ കൊണ്ടിരുത്തി. അതിലൊരു കുറവുമില്ല, കൂടുതലുമില്ല. ഞാൻ എന്തെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ ആ കളി രാധേച്ചിയും കളിച്ചു. അവസാനം കോടാലി എൻ്റെ നെഞ്ചത്തു തന്നെ വെക്കാമെന്ന് രാധേച്ചി കരുതണ്ട. ഒക്കെ മഹേഷ് രാധയോടെ ഒച്ച വയ്ക്കുമ്പോഴാണ് മഹേഷ് ഇട്ടാന്ന് വിളിച്ചോണ്ട് രേണു അവിടെ എല്ലാം തിരഞ്ഞ് അങ്ങോട്ടെത്തുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്, നമ്മളിനി നേരത്തെക്കാളും കുറച്ചുകൂടി സൂക്ഷിക്കണം എന്ന് രാധ പറയുമ്പോൾ ഓ അതെനിക്കറിയാമെന്ന് മഹേഷ് പറയുന്നതിനിടയ്ക്കാണ് രേണു അവനെ വിളിച്ച് മഹേഷ് ഏട്ടാ ഒന്നിങ്ങ് വന്നേ, ഋതുവിന് പനി കൂടിയിട്ടുണ്ടെന്ന് പറയുന്നത്. അവിടെ എന്താ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്, കൊച്ചിന് തീരെ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് രേണുക മഹേഷിനെ പിടിച്ചു വലിക്കുമ്പോഴാണ് വിഷ്ണു അങ്ങോട്ട് വരുന്നത്. മഹേഷ് പെട്ടെന്ന് തന്നെ രേണുകയുടെ പുറകെ പോവാനായി തുടങ്ങുമ്പോഴേക്കും വിഷ്ണു അവനെ പിടിച്ചു നിർത്തി അളിയ എന്താ ഒരു മൈൻഡില്ലാതെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഋതുവിന് പനി കൂടി ഞാൻ അങ്ങോട്ട് പോവുകയാ എന്ന് പറഞ്ഞ് അവൻ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ പിന്നെ നമുക്കൊന്നിരിക്കണം എന്ന് വിഷ്ണു പറയണ കേട്ട് അത് വേണോ അളിയ എന്ന് മഹേഷ് പേടിയോടെ ചോദിക്കുന്നുണ്ട്. വേണം, അളിയൻ ഇപ്പോൾ ചെല്ല് എന്ന് പറഞ്ഞ് മഹേഷിനെ വിഷ്ണു പറഞ്ഞയക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.